വാ തുറന്ന തറുതലിയെ പറയൂ. പേര് ചോദിച്ചപ്പോ പറഞ്ഞു അനാഥനെന്ന്. അങ്ങനെ ഒരു പേരുണ്ടോ നാത്തൂന്? അല്ല, പേരിന്റെ കാര്യം അതിപ്പോ എന്ത് പേര് വേണമെങ്കിലാവാം. പരിഷ്കാരവും മൂത്ത് ആണും പെണ്ണും കെട്ട പേരുകളാണല്ലോ ഇപ്പൊ എല്ലാം. പക്ഷെ സുരേഷ് മരിച്ച കാര്യമൊക്കെ കൃത്യമായിട്ട് പറയാന്ന് വെച്ചാ ഓമനക്കുട്ടൻ പറഞ്ഞിട്ടാണെങ്കിലോ? ഇല്ല നാത്തൂനെ, ഞാൻ ഓമനക്കുട്ടനോട് ഈ വിവരങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറയാതെ ഓമനക്കുട്ടൻ അറിയാനും പോകുന്നില്ല. ഓമനക്കുട്ടനോട് എന്ത് ചോദിച്ചാലും ഉത്തരം അനാഥനെ പറയൂ. ഒരു പ്രൈവറ്റ് സെക്രട്ടറി ആണ് പോലും. പക്ഷെ സുരേഷിന്റെ കാര്യം പറഞ്ഞത് മുതൽ എനിക്കാകെ ഒരു പരിഭ്രമം. ഇയാൾ ആരാണെന്നാ? ഞാനൊരു അഭിപ്രായം പറയാം. മഹേശ്വരി ഭാവവ്യത്യാസം ഒന്നും കാണിക്കാതെ പഴയതുപോലെ അങ്ങ് പെരുമാറുക. പണ്ടത്തെ പോലെ ചോറ് കൊടുത്തയക്കുക, കുശലങ്ങൾ അന്വേഷിക്കുക. പക്ഷെ ഈ അനാഥനെ ഓർത്ത് മഹേശ്വരി ഒഴിഞ്ഞു നിൽക്കുന്നത് തീരെ ബുദ്ധിയല്ല. മാത്രമല്ല, ഓമനക്കുട്ടന്റെ ശരിയായ സ്വഭാവം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണമല്ലോ. ഇവിടെ കൊയലപ്പുണ്ടോ? ഇവിടത്തെ കൊയലപ്പത്തെ പറ്റി ഇങ്ങക്ക് എങ്ങനെ അറിയാം? എനിക്കറിയാം. ഇങ്ങടെ നാടേതാ? ഊട്ടി. അല്ല, ഊട്ടിയിൽ വരെ നമ്മളെ കൊയലപ്പത്തെ പറ്റി കേട്ടിരിക്കണല്ല. അതിരിക്കട്ടെ, ഒരു കൊയലപ്പം തന്നെ ഇപ്പൊ എന്താ വഴി? ഇല്ല പിള്ളേ, കൊയലപ്പം ഉണ്ടാക്കാൻ നമ്മൾ മറന്നുപോയി. നമ്മളെ ബീവിയായിരുന്നു അതിന്റെ ഒക്കെ ആള്. ഓള് മയ്യത്തുമായി ഐഷ മോളെ നമ്മൾ കെട്ടിച്ചു വിടുകയും ചെയ്തു. കൊയലപ്പവും പോയി. ഇപ്പൊ പിന്നെ ആരിക്ക് വേണം കൊയലപ്പം? എല്ലാവർക്കും പ്രൈ മതിയല്ല. ആട് പ്രൈ, മാട് പ്രൈ, കോഴി പ്രൈ. കോഴീനറുത്ത് കറി വെച്ച് കോഴി അല്ലാണ്ടാക്കി കൊടുക്കണം. അതാണിപ്പോ എല്ലാവർക്കും വലിയ ഇഷ്ടം. മനോജ് സാറേ, ഞമ്മള് കുറെ നാളായിട്ട് പറയണമെന്ന് നിരീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഈ കടയുടെ പുറയില് ഞമ്മളെ ഉടപ്പുറന്നുള്ള 2 മുറിയുള്ള ഒരു പെരയുണ്ട്. ഓളെ കെട്ടിയനാണെങ്കിൽ മയ്യത്തായി. ബാങ്കിൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഓക്കെ കഴിയാനുള്ള വകയാവുമല്ലോ. ഞാൻ ശ്രമിക്കാം. വേണ്ട വേണ്ട, അതുപടി ഇരിക്കട്ട്. നമ്മള് കണക്കിൽ എഴുതിക്കൂടാന്ന്. പോകാം. അല്ല, ഇത് പടം പിടിക്കുന്ന പെട്ടിയാണല്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, ഞങ്ങൾ ഈ കടയുടെ മുന്നിൽ നിന്ന് തരാം. നിങ്ങൾ പടം എടുത്തോളി, പെരുത്ത് ഉഷാറായിട്ടുണ്ടാവും. അത് ഞങ്ങളൊരു ദിവസം കുറച്ചുകൂടെ വെട്ടമുള്ള നേരത്ത് വരാം, പകല്. അപ്പൊ എടുക്കാം. അല്ല, നമ്മുടെ ജോയ് സാറില്ല ഇവിടെ? സാറ് കുറച്ച് ദിവസം ലീവില്ല. പിന്നെ നമ്മുടെ ഓമനക്കുട്ട സാറിന്റെ അടുത്ത് ആ തൊപ്പി വെച്ചിരിക്കുന്ന ആളെ ഏതാ? അത് സാറിന് ഏതോ വേണ്ടപ്പെട്ട ആളാ. അങ്ങനെന്തിനാ എപ്പോഴും കയറി ഇവിടെ കുത്തിയിരിക്കുന്നത്? അങ്ങനെ ബാങ്ക് ഇരിക്കാൻ സമ്മതിക്കോ? ആർക്കറിയാം. ഓഹോ. താങ്ക് യു. ഹലോ, നിൽക്കണം. തന്റെ പേര് പറഞ്ഞില്ലല്ലോ. ചാക്കോ. റൈറ്റ്. എങ്ങനെയുണ്ട് ചാപ്പാട്? കൊള്ളാമോ? അല്ല, കൊച്ചമ്മ ചോദിക്കണമെന്ന് പറഞ്ഞു. എന്നോടോ ഓമനക്കുട്ടനോടോ? രണ്ടുപേരുടെ അഭിപ്രായം ചോദിക്കണമെന്ന് കൊച്ചമ്മ പറഞ്ഞു. ചാക്കോ, ഇവിടെയുള്ള ബാക്കി ബാങ്കിലേക്കെല്ലാം നമ്മുടെ കൊച്ചമ്മ തന്നെയാണോ ആഹാരം സപ്ലൈ ചെയ്യുന്നത്? അങ്ങനെയല്ല, കൊച്ചമ്മ പറഞ്ഞാൽ ഞാൻ കൊണ്ടുകൊടുക്കും. അത് ശരി. ഊണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇത്ര നല്ലൊരു ഭക്ഷണം ഈ അടുത്ത കാലത്തെങ്ങും ഞാൻ കഴിച്ചിട്ടില്ല. അതുകൊണ്ട് ഊണിന് ഞാനൊരു 7 രൂപ വില ഇടുന്നുണ്ട്. പിന്നെ പപ്പടം ഉണ്ടായിരുന്നല്ലോ. എത്ര പപ്പടമായിരുന്നു? 2 പപ്പടം. 2 പപ്പടം. അപ്പൊ അതിന് 50 പൈസ. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ 7 രൂപ 50 പൈസ. ബാക്കിയുള്ള 2.5 രൂപ. അയ്യോ സാർ, ഇത് കാശിനുള്ളതല്ല. ചുമ്മാ തിരി ചാക്കോ, എനിക്കിതിന്റെ പരിപാടിയൊക്കെ അറിയില്ലേ. ചില ആൾക്കാര് ഹോട്ടലെന്നുള്ള ബോർഡ് വെച്ച് കാശുണ്ടാക്കും. കൂടുതൽ പ്രയോജനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ വീട്ടിൽ ചാപ്പാടുണ്ടാക്കി അങ്ങോട്ട് കൊടുത്തയക്കും. അയ്യോ, കൊച്ചമ്മയ്ക്ക് ചോറ് ബിസിനസ് ഇല്ല. പക്ഷെ ഇതിൽ കുറച്ച് ബിസിനസ് ഉണ്ടല്ലോ. അപ്പൊ ഇത് ബിസിനസ് ചോറാണ്, റൈറ്റ്? സ്വല്പം കാശൊക്കെ കയ്യിൽ നിന്ന് മുടക്കി ആഹാരം കഴിച്ചെങ്കിൽ മാത്രമേ ഞങ്ങളുടെയൊക്കെ ദേഹത്ത് പിടിക്കത്തുള്ളൂ. പിന്നെ നാളെ മുതൽ നമുക്ക് ഈ ലിസ്റ്റൊക്കെ ഒന്ന് മാറ്റണം. ചുമ്മാ ഈ വെണ്ടയ്ക്കയും വഴുതനയൊക്കെ എത്ര നാൾ കഴിക്കാൻ പറ്റും? ആട്ടിറച്ചിയോ കോഴിയിറച്ചിയോ മാട്ടിറച്ചിയായാലും കുഴപ്പമില്ല. അവൻ കഴിച്ചില്ലെങ്കിലും ഞാൻ കഴിച്ചോളാം. ഞാൻ സ്വല്പം കഴിച്ച് ശീലിച്ച കൂട്ടത്തില് ആ വിവരം കൊച്ചമ്മയോടൊന്ന് പറയുകയും വേണം, റൈറ്റ്?